വേദപ്രയാഗ് മീഡിയയിലേക്ക് സുസ്വാഗതം. ഇരിങ്ങാലക്കുട ശ്രീ കൂടൽമാണിക്യ സ്വാമി ക്ഷേത്രം ശ്രീ ഭരതസ്വാമി കുടികൊള്ളുന്ന അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്ന്. മഹാക്ഷേത്ര വിഭാഗത്തിൽപ്പെടുന്ന ക്ഷേത്രം. എന്നാൽ ഇവയൊന്നും അല്ലാതെ ക്ഷേത്രത്തിൽ മറ്റ് ചില പ്രധാനപ്പെട്ട അപൂർവമായ കാര്യങ്ങൾ ഉണ്ട്. അവ ഒരു കാര്യം, ക്ഷേത്രത്തിൽ അർച്ചനയ്ക്കും പൂജയ്ക്കുമായിട്ട് ബാക്കി ആവശ്യങ്ങൾക്ക് ഒന്നിനും ചെത്തിയോ തുളസിയോ എടുക്കാറില്ല എന്നുള്ളതാണ്. ഈ ചെടികൾ ഒരു കാരണവശാലും എത്ര നട്ട് നനച്ച് ശുശ്രൂഷിച്ച് കഴിഞ്ഞാലും ക്ഷേത്ര മൈതാനത്തോ ക്ഷേത്രത്തിൻ്റെ 4 വശങ്ങളിലോ ഇവിടെയൊന്നും ഈ ചെടികൾ വളരില്ല എന്നുള്ളതാണ് സത്യം. രണ്ടാമത്തെ കാര്യം, തീർത്ഥക്കിണറിന് പകരം തീർത്ഥക്കുളമാണുള്ളത്. കുലിപനി തീർത്ഥത്തിൽ നിന്ന് തന്നെയാണ് തീർത്ഥത്തിനാവശ്യമായിട്ടുള്ള, ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം എടുക്കുന്നത്. മൂന്നാമതായിട്ട്, കർപ്പൂരം, ചന്ദനത്തിരി എന്നിവ ക്ഷേത്രത്തിൽ ഉപയോഗിക്കാറില്ല എന്നുള്ളതാണ് ഒരു സത്യം. ഇങ്ങനെ തുടങ്ങി മഴ കിട്ടുവാൻ വേണ്ടിയും മഴ നിൽക്കുവാൻ വേണ്ടിയും ഭഗവാന് താമരമാല സമർപ്പിക്കുന്ന അത്യപൂർവമായ ചടങ്ങ് ഇവിടെ തന്നെയാണുള്ളത്. വിശ്വാസികളാരും നവരത്നങ്ങൾ ഉൾപ്പെടെയുള്ള കല്ലുകളൊന്നും ക്ഷേത്രത്തിലേക്ക് ധരിച്ച് പോവാറില്ല എന്നുള്ളത് ഒരു ആചാരമായി ഇപ്പോഴും തുടർന്നു വരുന്ന അത്യപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് ശ്രീ കൂടൽമാണിക്യ സ്വാമിയുടെ ക്ഷേത്രം. ഇരിങ്ങാലക്കുട ടൗണിനോട് തൊട്ട് ചേർന്ന് 1/2 കിലോമീറ്റർ മാത്രം മാറി ആണ് ക്ഷേത്രം കുടികൊള്ളുന്നത്. വളരെ വലിയ ക്ഷേത്ര മൈതാനവും ക്ഷേത്രക്കുളവും എല്ലാം ഉള്ള വലിയ ക്ഷേത്രമാണ് ശ്രീ സംഗമേശ്വര ക്ഷേത്രം. ഓം ശ്രീ സംഗമേശായ നമഃ.